Hello students, +1 Mathematics Principle of Mathematical Induction എന്ന നാലാമത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Introduction of Principle of Mathematical Induction. In algebra or in other branch of mathematics, there are certain results or statements that are formulated in terms of n, where n is a positive integer. To prove such statements, the well-suited principle that is used based on the specific technique is known as principle of mathematical induction. Principle of mathematical induction ടെക്നിക്ക് എന്താണെന്നാണ് പറയുന്നത്. പോസിറ്റീവ് ഇൻറ്റിജർ എന്നിൽ ഫോർമുലേറ്റ് ചെയ്ത ഒരു റിസൾട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ടെക്നിക്കാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ റിസൾട്ടോ പ്രൂവ് ചെയ്യാനാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ക്ലിയർ ആയി മനസ്സിലാക്കാൻ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് എ സെറ്റ് ഓഫ് തിൻ റെക്ടാങ്കുലർ ടൈൽസ് ആർ പ്ലേസ്ഡ് ആസ് ഫോളോസ്. തിൻ റെക്ടാങ്കുലർ ടൈൽസ് ഇതേ രീതിയിൽ പ്ലേസ് ചെയ്യാം. When the first tile is pushed in the indicated direction, അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടൈല് പുള്ള് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈല് പുള്ള് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണ്ടേ? ഫസ്റ്റ് ടൈല് സെക്കൻഡ് ടൈലില് മുകളിൽ വീഴുന്ന രീതിയിൽ. അപ്പോൾ എന്ത് സംഭവിക്കും? ഫസ്റ്റ് ടൈല് വീണിട്ട് സെക്കൻഡ് ടൈലിലേക്ക് വീഴുമ്പോൾ സെക്കൻഡ് ടൈല് ഫോൾ ചെയ്യും. അങ്ങനെ all the tiles will fall. To be absolutely sure that all the tiles will fall, it is sufficient to know that ഇപ്പോൾ എല്ലാ ടൈൽസും വീഴുമെന്ന് നമുക്കറിയാം. പക്ഷേ ദ ഫസ്റ്റ് ടൈൽ ഫോൾ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ടൈല് വീഴുമ്പോൾ സെക്കൻഡ് ടൈല് വീഴുന്നുണ്ട്, സെക്കൻഡ് ടൈല് വീഴുമ്പോൾ തേർഡ് ടൈല് വീഴുന്നുണ്ട്. അങ്ങനെ 10ാമത്തെ ടൈല് വീഴുമ്പോൾ 11ാമത്തെ ടൈല് വീഴുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇൻ ദ ഇവന്റ് ദാറ്റ് എനി ടൈൽ ഫോൾസ് ഇറ്റ്സ് സക്സസർ നെസസറി ഫോൾസ്. അപ്പോൾ ഒരു ടൈല് വീഴുമ്പോൾ അതിൻ്റെ നെക്സ്റ്റ് പൊസിഷനിലുള്ള ടൈലും വീഴുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ടൈലും വീഴുന്നത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു ടൈല് മറ്റൊരു ടൈലിന്റെ മുകളിലേക്ക് വീഴുമ്പോൾ ആ ടൈല് വീഴുന്നുണ്ട്. അപ്പോൾ 100ാമത്തെ ടൈല് വീഴുമ്പോൾ അത് 101ാമത്തെ ടൈലിന്റെ മുകളിലേക്കാണ് വീഴുന്നത്. അപ്പോൾ 101ാമത്തെ ടൈല് ഷുവറായിട്ടും വീഴും. അപ്പോൾ എല്ലാ പൊസിഷനിലും ഉള്ള ടൈല് വീഴുമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നു. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സപ്പോസ് ദർ ഈസ് എ ഗിവൺ സ്റ്റേറ്റ്മെന്റ് പി ഓഫ് എൻ ഇൻവോൾവിംഗ് നാച്ചുറൽ നമ്പർ എൻ. അപ്പോൾ ഗിവൺ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ പി ഓഫ് എൻ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. പി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഇൻവോൾവിംഗ് നാച്ചുറൽ നമ്പർ എൻ. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്ത് ഒരു സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു 1. ദാറ്റ് ഈസ് പി ഓഫ് 1 ഈസ് ട്രൂ. ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് പി ഓഫ് 1 ഈസ് ട്രൂ എന്നാണ്. ദാറ്റ് മീൻസ് എന്നിന് 1 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് അവിടെ പറഞ്ഞത്. ഫസ്റ്റ് ടൈൽ ഫോൾസ്, ഫസ്റ്റ് ടൈല് വീഴുന്നുണ്ട്.
Next, if the statement is true for n equal to k, where k is some positive integer. n equal to k എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ then the statement is also true for n equal to k plus 1. സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് n equal to k plus 1 എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ n equal to kക്ക് ട്രൂ ആണെങ്കിൽ n equal to k plus 1 ട്രൂ ആയിരിക്കണം. That is, truth of p of k implies truth of p of k plus 1. അപ്പൊ p of k ട്രൂ ആണെങ്കിൽ p of k plus 1 ട്രൂ ആയിരിക്കണം. Then p of n is true for all natural number n. അപ്പൊ ഈ രണ്ട് കണ്ടീഷനും കറക്റ്റ് ആണെങ്കിൽ we can say that p of n is true for all natural numbers n. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന മെത്തേഡാണ് ഈ പറഞ്ഞ ഈ രണ്ട് എണ്ണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് p of 1 is true എന്നാണ്. അപ്പോൾ ഗിവൺ സ്റ്റേറ്റ്മെന്റിൽ n equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. നെക്സ്റ്റ്, assume that statement is true for n equal to k. n equal to kക്ക് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓൾസോ ഫോർ n equal to k plus 1 എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. That means p of k implies p of k plus 1. അപ്പോൾ ഈ രണ്ട് എണ്ണവും ട്രൂ ആണെങ്കിൽ p of n is true for all natural numbers n. നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം, prove that 1 plus 3 plus 5 plus etc plus 2n minus 1 equal to n square by the method of mathematical induction. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. ഫസ്റ്റ് ഗിവൺ സ്റ്റേറ്റ്മെന്റിന് p of n എന്ന് ഡിനോട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് കൺസിഡർ p of n 1 plus 3 plus 5 plus etc plus 2n minus 1 equal to n square. That is first step. Next, p of 1 is true എന്ന് പ്രൂവ് ചെയ്യണം. For take n equal to 1. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആകണമെങ്കിൽ LHS സൈഡും RHS സൈഡും ഈക്വൽ ആയിരിക്കണം. n equal to 1 മീൻസ് ഒറ്റ ഒരു ടേം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ദാറ്റ് മീൻസ് LHS ഈക്വൽ ടു ഫസ്റ്റ് ടേം. ദാറ്റ് മീൻസ് LHS ഈക്വൽ ടു 1. ദെൻ RHS ഈക്വൽ ടു n സ്ക്വയർ ആണ്. n ഈക്വൽ ടു 1 ആണെങ്കിൽ 1 സ്ക്വയർ ഈക്വൽ ടു 1. ദാറ്റ് ഈസ് LHS ഈക്വൽ ടു RHS. LHSഉം RHSഉം ഈക്വൽ ആണെങ്കിൽ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. ദാറ്റ് മീൻസ് p of 1 ഈസ് ട്രൂ. അപ്പോൾ n ഈക്വൽ ടു 1 ആകുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫസ്റ്റ് വരുന്ന നമ്പർ ഏതാണോ അതാണ് എടുത്ത് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഏത് നമ്പർ ആണോ വരുന്നത് അതാണ് LHS. RHS മീൻസ് n-ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 1 എന്ന് പറഞ്ഞ വാല്യൂ. നെക്സ്റ്റ്, ബൈ ദ മെത്തേഡ് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് p of 1 ഈസ് ട്രൂ എന്ന് മാത്രമേ പ്രൂവ് ചെയ്യേണ്ടൂ. നെക്സ്റ്റ്, മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് p of 2 ഈസ് ട്രൂ എന്ന് പ്രൂവ് ചെയ്യാം. p of 2 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ടേക്ക് n ഈക്വൽ ടു 2. n ഈക്വൽ ടു 2 മീൻസ് ഫസ്റ്റ് 2 ടേംസ്. ദെൻ LHS ഈക്വൽ ടു ഫസ്റ്റ് 2 ടേംസ് കൺസിഡർ ചെയ്യണം. 1 plus 3 ഈക്വൽ ടു 4. RHS ഈക്വൽ ടു n ഈക്വൽ ടു 2 ആകുമ്പോൾ 2 സ്ക്വയർ ഈക്വൽ ടു 4. ദാറ്റ് മീൻസ് LHS ഈക്വൽ ടു RHS. ഹെൻസ് p of 2 ഈസ് ട്രൂ. അപ്പോൾ p of 1ഉം p of 2ഉം ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട മെത്തേഡ് ഇതേ രീതിയിലാണ്. അപ്പൊ n ഈക്വൽ ടു 1 ആകുമ്പോൾ ഫസ്റ്റ് ടേം, n ഈക്വൽ ടു 2 ആകുമ്പോൾ ഫസ്റ്റ് 2 ടേംസ്. നെക്സ്റ്റ് n ഈക്വൽ ടു 3 ആകുമ്പോൾ p of 3
ട്രൂ ആണെന്ന് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? n ഈക്വൽ ടു 3 ആകുമ്പോൾ LHS ഈക്വൽ ടു 1 പ്ലസ് 3 പ്ലസ് 5, ദാറ്റ് മീൻസ് 9 ആൻസർ കിട്ടും. RHS ഈക്വൽ ടു 3 സ്ക്വയർ ഈക്വൽ ടു 9. n ഈക്വൽ ടു 4 ആകുമ്പോൾ ഫസ്റ്റ് 4 ടേംസിന്റെ സമ്മാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, P of 1 is true, that is the first step. Next step, P of k is true implies P of k plus 1 is true. Assume that P of k is true for some positive integer k. P of k is true means given P of n ൽ n ന് പകരം k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. That means 1 plus 3 plus 5 plus etc plus 2n minus 1 ആണ്. അവിടെ 2k minus 1 equal to n square എന്തായിട്ട് മാറും? k square. ഫസ്റ്റ് k ടേംസിന്റെ സമ്മ് 1 plus 3 plus 5 plus etc plus k ടേംസ് ഉണ്ടാകും. ആ k ടേംസിന്റെ സം ഈക്വൽ ടു k സ്ക്വയർ. നെക്സ്റ്റ്, പ്രൂവ് ദാറ്റ് P of k plus 1 is true. അപ്പോൾ P of k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. ടേക്ക് ദിസ് വൺ ആസ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ P of k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ടേക്ക് n ഈക്വൽ ടു k plus 1, ഫൈൻഡ് ഔട്ട് LHS സൈഡ് ആൻഡ് ദെൻ ഫൈൻഡ് ഔട്ട് RHS സൈഡ്. LHSഉം RHSഉം ഈക്വൽ ആയിരിക്കണം. അപ്പൊ n ഈക്വൽ ടു k plus 1 മീൻസ് ഇത് k വരെയുള്ള ടേംസ് ആണ്. അപ്പൊ k plus 1 എന്ന് പറയുമ്പോൾ ഒരു ടേം കൂടുതൽ ഉണ്ടാവും അല്ലെ. ഇവിടെ n ഈക്വൽ ടു 2 ആകുമ്പോൾ 1 plus 3, n ഈക്വൽ ടു 3 ആകുമ്പോൾ 1 plus 3 plus 5, ഒരു ടേം കൂടുതലുണ്ടല്ലോ. അപ്പൊ n ഈക്വൽ ടു k ഉള്ള ഇത്രയും ടേംസ് ഉണ്ടാകും. അതിനോടുകൂടി ഒരു ടേം, ഇതിന്റെ നെക്സ്റ്റ് ഒരു ടേമും കൂടി എഴുതണം. അതേത് നമ്പർ ആണ് വരിക? ഇവിടെ 1 കഴിഞ്ഞാൽ 3, 3 കഴിഞ്ഞാൽ 5, ദാറ്റ് മീൻസ് ഇത് കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് ടേം അല്ല, അതിന്റെ നെക്സ്റ്റ് ടേം ആണ് എഴുതേണ്ടത് അല്ലെ. 7 ആണ് നെക്സ്റ്റ്. 7 കഴിഞ്ഞാൽ 9, അപ്പൊ 2k minus 1 കഴിഞ്ഞാൽ 2k അല്ലെ. 2k minus 1 കൂടി 1 ആഡ് ചെയ്താൽ 2k. 2k കഴിഞ്ഞാൽ 2k plus 1. അപ്പോൾ നെക്സ്റ്റ് ടേം ഒന്നിടവിട്ട ടേംസ് ആണ് വരുന്നത്. അതുകൊണ്ട് 2k minus 1 കഴിഞ്ഞാൽ 2k വേണ്ട, പിന്നെ എന്താ വേണ്ടത്? 2k plus 1. അപ്പോൾ ഇവിടെയുള്ള P of k യിലെ LHS സൈഡ് കംപ്ലീറ്റ് എഴുതുക, പിന്നെ നെക്സ്റ്റ് ടേം എഴുതണം. ആ നെക്സ്റ്റ് ടേം എഴുതുന്നത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. 1 കഴിഞ്ഞാൽ 2 ഇല്ല, 3, ആ ഓഡ് നമ്പേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ 2k minus 1 കഴിഞ്ഞാൽ 2k ഉണ്ടാകില്ല, പിന്നെ 2k plus 1. ഫ്രം ഇക്വേഷൻ നമ്പർ 1, 1 plus 3 plus 5 plus etc plus 2k minus 1 equal to k square plus 2k plus 1. അപ്പോൾ ഇവിടുന്ന് ഇത്ര വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മ് k സ്ക്വയർ ആണ്. അത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 നിന്ന് കിട്ടുന്നു. അപ്പൊ k സ്ക്വയർ പ്ലസ് പിന്നെ ഇവിടെ കൂടുതലായിട്ടുള്ളത് 2k plus 1. വാട്ട് ഈസ് k സ്ക്വയർ പ്ലസ് 2k plus 1? a plus b whole square. k square plus 2k plus 1 square is k plus 1 whole square. So we get LHS equal to k plus 1 whole square. Next find out RHS. RHS equal to n square ആണ്. n സ്ക്വയറിൽ n equal to k plus 1 കൊടുത്താൽ k plus 1 whole square. അപ്പൊ LHS ഉം k plus 1 whole square ആണ്, RHS ഉം k plus 1 whole square ആണ്. Is LHS equal to RHS. LHS ഉം RHS ഉം സെയിം ആയതുകൊണ്ട് P of k plus 1 is true. അപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ മെത്തേഡിന്റെ P of 1 is true നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. P of k is true implies P of k plus 1 is true. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രം മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ P of n is true for a very natural number n. That is the first problem. Next problem,
prove by method of mathematical induction 1 plus 2 plus 3 plus etc. plus n equal to n into n plus 1 by 2. First, take given statement as P of n is P of n given statement 1 plus 2 plus 3 plus etc. plus n equal to n into n plus 1 by 2. Next prove ചെയ്യേണ്ടത് n equal to 1 ആകുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്നാണ്. ദാറ്റ് മീൻസ് P of 1 is true. P of 1 means n equal to 1. Take n equal to 1. അപ്പോൾ സ്റ്റേറ്റ്മെന്റിന് LHS സൈഡ് ഉണ്ട്, RHS സൈഡും ഉണ്ട്. അപ്പോൾ n ഈക്വൽ ടു 1ന് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആകണമെങ്കിൽ LHS ഈക്വൽ ടു RHS ആയിരിക്കണം. ടേക്ക് LHS. n ഈക്വൽ ടു 1 ആകുമ്പോൾ ഫസ്റ്റ് ടേം ദാറ്റ് മീൻസ് ഈക്വൽ ടു 1. അപ്പോൾ P of n-ലെ ഏതാണോ ഫസ്റ്റ് ടേം അതാണ് LHS വരിക. n ഈക്വൽ ടു 1 ആകുമ്പോൾ LHS ഈക്വൽ ടു 1. RHS equal to, here RHS equal to n into n plus 1 by 2. അതിൽ n equal to 1 ആകുമ്പോൾ 1 into 1 plus 1 by 2. That means 1 into 2 by 2. 1 into 2 is 2. 2 by 2 is 1. That means we get LHS equal to RHS. LHS ഉം RHS ഉം ഈക്വൽ ആയതുകൊണ്ട് P of 1 is true. That is the first step. P of 1 true ആണെന്ന് പ്രൂവ് ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ P of k is true implies P of k plus 1 is true. That means assume that the statement P of n is true for n equal to k. Assume that P of n is true for n equal to k. That means n equal to k ക്ക് statement true ആണ്. അപ്പോൾ P of n-ൽ n-ന് k കൊടുത്തിട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതാം. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n-ന്റെ പ്ലേസിൽ k ഈക്വൽ ടു k into k plus 1 by 2. Take this one as equation number 1. അപ്പോൾ P of n എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് n ടേംസ്, P of k എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് k ടേംസ്, that is 1 plus 2 plus 3 plus etc. plus k. അതിന്റെ ആൻസർ k into k plus 1 by 2 ആണ്. അത് നമ്മൾ അസ്യൂം ചെയ്തു. k വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് k into k plus 1 by 2 ആണ്. അത് കറക്റ്റ് ആണ്. നെക്സ്റ്റ് വി പ്രൂവ് ദാറ്റ് P of k plus 1 is true. Next, prove that P of k plus 1 is true. Let n equal to k plus 1. Find out LHS side and RHS side. LHS ഉം RHS ഉം ഈക്വൽ ആയിട്ട് കിട്ടണം. അപ്പോൾ n equal to k plus 1. Then what is LHS? LHS equal to 1 plus 2 plus 3 plus etc. plus k. അത് k നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണ്. k plus 1 means k plus 1 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം. 1 plus 2 plus 3 plus etc. plus k. നെക്സ്റ്റ് ഒരു ടേമും കൂടി എഴുതണം.
k+1 ആകുമ്പോ k കഴിഞ്ഞാൽ നെക്സ്റ്റ് ടേം എന്താണ് k+1. Then അപ്പൊ LHS സൈഡ് എഴുതുമ്പോൾ പി ഓഫ് കെയില് LHS സൈഡ് എഴുതിയിട്ട് ഒരു ടേം കൂടുതലായിട്ട് എഴുതണം. അത് നെക്സ്റ്റ് ടേം ആണ്. k കഴിഞ്ഞാൽ നെക്സ്റ്റ് ടേം എന്താണ് k+1. അപ്പോ k+1 അവിടെ എഴുതാം. Then ഫസ്റ്റ് k ടേംസിന്റെ സമ്മ് ഇക്വേഷൻ നമ്പർ 1 നിന്നും ബൈ ഇക്വേഷൻ നമ്പർ 1 വാട്ട് ഈസ് k into k+1/2. k into k+1/2 പ്ലസ് നമ്മളിപ്പോ പുതുതായിട്ട് എഴുതിയ ടേം k+1. നെക്സ്റ്റ് ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. ടേക്ക് കോമൺ ഔട്ട്സൈഡ്. ഹിയർ k+1 ആൻഡ് ഹിയർ k+1. ടേക്ക് k+1 ഔട്ട്സൈഡ്. k+1 into then what is remaining k/2 plus k+1 ഔട്ട്സൈഡ് എടുത്താൽ 1. 1/1 ഇട്ട് സിംപ്ലിഫൈ ചെയ്യാം. Then സിംപ്ലിഫൈ ചെയ്താൽ k+1 into ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ k into 1 k plus 2 into 1 2 divided by 2 is whole divided by 2. So we get LHS as k+1 into k+2 divided by 2. അപ്പൊ LHS സൈഡ് കാണാൻ പി ഓഫ് കെ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ k വരെയുള്ള ടേം എഴുതാം. നെക്സ്റ്റ് ഒരു ടേം കൂടുതലായിരിക്കും. അപ്പൊ k ആയതുകൊണ്ട് k+1. 1 + 2 + 3 + etc. + k. പി ഓഫ് കെ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നിന്നും k into k+1/2 പ്ലസ് നമ്മൾ ഇപ്പോൾ എഴുതിയ k+1. k+1 കോമൺ ആണ്. ടേക്ക് ഔട്ട് സൈഡ്. ദെൻ k/2 പ്ലസ് k+1 ഔട്ട് സൈഡ് എടുത്താൽ അതിന്റെ ഇവിടെ 1. 1/1 ഇട്ട് സിംപ്ലിഫൈ ചെയ്താൽ k+1 into k+2/2 ആൻസർ കിട്ടും. LHS സൈഡ് k+1 into k+2/2 ആൻസർ കിട്ടി. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് RHS സൈഡ്. RHS equal to n into n+1/2. അതിൽ n ന് k+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ k+1 into n+1 is k+1 + 1 divided by 2. That is k+1 into k+1 + 1 k+2/2. LHS ഉം RHS ഉം ഈക്വൽ ആണ്. Hence LHS equal to RHS. LHS ഉം RHS ഉം ഈക്വൽ ആയതുകൊണ്ട് P of k+1 is true. Hence P of k+1 is true. അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രൂവ് ചെയ്തത് P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് P of k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. That is method of mathematical induction. Hence by mathematical induction P of n is true. For every natural number n. That is the conclusion. Last conclusion എഴുതണം. Hence by mathematical induction method P of n is true for every natural number n. അപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ മെത്തേഡിൽ ഫസ്റ്റ് P of 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് n = 1 കൊടുത്ത് LHS ഉം RHS ഉം ഫൈൻഡ് ഔട്ട് ചെയ്തു. അത് ഈക്വൽ ആയതുകൊണ്ട് P of 1 is true. നെക്സ്റ്റ് P of k is true എന്ന് അസ്യൂം ചെയ്തു. നെക്സ്റ്റ് പ്രൂവ് ദാറ്റ് P of k+1 is true. Hence by mathematical induction method P of n is true for every natural number n.